നമസ്കാരം, മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം. അക്ഷയ തൃതീയയിൽ ഒഴുകിയത് 13,000 കോടി രൂപ. മണ്ടന്മാരായ മലയാളികളെ പിഴിഞ്ഞ് സ്വർണ്ണക്കടക്കാർ. കുറച്ചു കാലമായി മലയാളികൾക്ക് ഐശ്വര്യം വിളമ്പിക്കൊടുക്കുന്ന ഒരു ദിവസം നമ്മുടെ സ്വർണ്ണക്കട മുതലാളിമാർ ആഘോഷിക്കുന്നു. അക്ഷയ തൃതീയ എന്നാണ് ഈ ദിവസത്തിന് പേരിട്ടിരിക്കുന്നത്. ഈ നാളിൽ സ്വർണം വാങ്ങിയാൽ വാങ്ങുന്നവരുടെ കുടുംബത്തിൽ ഐശ്വര്യം ഒഴുകിയെത്തുമെന്നാണ് സ്വർണ്ണ വ്യാപാരി അസോസിയേഷൻ നേതാക്കൾ വരെ പറയുന്നത്. ഏതായാലും ഈ കൊല്ലത്തെ അക്ഷയ തൃതീയ തട്ടിപ്പിൽ മലയാളികൾ ഒട്ടും മടിക്കാതെ ഓടിയെത്തി പങ്കാളിയായി എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഒറ്റ ദിവസം കേരളത്തിൽ ഏതാണ്ട് 10,000-ഓളം വരുന്ന സ്വർണ്ണ കടകളിലായി വിറ്റുപോയത് 900 കിലോ സ്വർണമാണ്. ഇന്നലെ വൈകിട്ട് വരെയുള്ള കണക്കുകൾ പ്രകാരം ഈ സ്വർണ്ണക്കടകളിൽ ആകെ 13,000 കോടിയോളം രൂപയുടെ സ്വർണ്ണ കച്ചവടം നടന്നു എന്നാണ് പറയുന്നത്. ഇത്തവണ വിൽപ്പന നടത്തിയ സ്വർണത്തിന്റെ തൂക്കം കുറവായിരുന്നു എങ്കിലും സ്വർണ്ണ വിലയിൽ ഉണ്ടായ വില വർധനവ് മൂലം തുകയുടെ കാര്യത്തിൽ വലിയ വർധനവാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷത്തെ അക്ഷയ തൃതീയ ദിവസം ഗ്രാമിന് 8,980 രൂപ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഗ്രാം വില 14,280 രൂപയായി ഉയർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിൽപ്പനയുടെ തുകയുടെ വർധനവുണ്ടായത്. സ്വർണ്ണ വ്യാപാരികൾ മാധ്യമങ്ങൾ വഴി നടത്തിയ വലിയ പരസ്യങ്ങൾ കണ്ട് അതിൽ വീണാണ് ആൾക്കാർ അക്ഷയ തൃതീയയുടെ പിറകെ ഓടിയത്. സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ സ്വർണം വാങ്ങാൻ എത്തിയവരിൽ ഭൂരിഭാഗം ആൾക്കാരും 1 ഗ്രാം 2 ഗ്രാം തുടങ്ങിയ തൂക്കമുള്ള ചെറിയ ആഭരണങ്ങൾ വാങ്ങി സംതൃപ്തി അടയുന്ന കാഴ്ചയും ഉണ്ടായി. ചെറിയ തൂക്കത്തിലുള്ള ആഭരണങ്ങൾക്കായിരുന്നു കൂടുതൽ ഡിമാൻഡ് എന്നാണ് സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനാ നേതാക്കളും മഹാത്മാ ന്യൂസിനോട് പറഞ്ഞത്. ഏതായാലും സാമ്പത്തിക തട്ടിപ്പുകളുടെ കാര്യത്തിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ അഭ്യാസങ്ങൾ നടക്കുന്ന പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേരളം തന്നെയാണ്. ചിട്ടി തട്ടിപ്പുകൾ, ഫൈനാൻസിങ് കമ്പനി തട്ടിപ്പുകൾ, നിക്ഷേപ തട്ടിപ്പുകൾ ഇതൊക്കെ സ്ഥിരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇത്തരം ഇടപാടുകൾക്കിടയിൽ തലവെച്ച് കൊടുക്കുവാൻ മലയാളികൾക്ക് ഒരു മടിയും ഉണ്ടായിട്ടില്ല. 10 വെച്ചാൽ 100 കിട്ടുമെന്നുള്ള സാമ്പത്തിക തട്ടിപ്പ് കമ്പനികളുടെ പരസ്യങ്ങൾ വീണാണ് ആൾക്കാർ ലക്ഷങ്ങൾ നിക്ഷേപത്തിനായി കൈമാറുന്നത്. ഇതിന്റെ ഒരു ചെറിയ പതിപ്പാണ് ആണ്ടുതോറും അക്ഷയ തൃതീയ എന്ന പേരിൽ സ്വർണ്ണ വ്യാപാരികളും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ അക്ഷയ തൃതീയ നാളിൽ സ്വർണം വാങ്ങി കുടുംബം ഐശ്വര്യത്തിലെത്തിയ ഏതെങ്കിലും വീട്ടുടമ കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കാൻ ഒരു സ്വർണ്ണക്കടക്കാരനും കഴിയില്ല എന്നതാണ് അക്ഷയ തൃതീയയുടെ പിന്നിലുള്ള രഹസ്യം. ഇതൊക്കെ ആണെങ്കിലും മലയാളികൾ ഇത്തരം കുരുക്കുകളിൽ പിന്നെയും വീണുകൊണ്ടിരിക്കും എന്നതാണ് വാസ്തവം. നന്ദി, നമസ്കാരം.